ഈ തെരഞ്ഞെടുപ്പിൽ കൂടി വിജയിച്ചാൽ ബി ജെ പി പിളരുമോ? ഒരുപക്ഷെ അസംഭവ്യമായ ചോദ്യമെന്ന് പലരും ഇതിനെ പറഞ്ഞു തള്ളിയേക്കാം. കഴിഞ്ഞ ദിവസം ജെ പി നഡ്ഡ ഒരു പ്രസ്താവന നടത്തി. ബി ജെ പി RSSന്റെ നിയന്ത്രണത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറി ഞങ്ങളൊരു സ്വതന്ത്രമായി ഞങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു എന്നുള്ള രീതിയിലേക്കുള്ളൊരു പ്രസ്താവനയാണ് ജെ പി നഡ്ഡ നടത്തിയത്. ഇതിനെ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇതാ ബി ജെ പി, അതേപോലെ തന്നെ ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെയും അദ്ദേഹം പറഞ്ഞത് ബി ജെ RSSനെയും കൂടെ നിരോധിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിരുന്നു. സത്യത്തിൽ എന്താണ് ബി ജെ പിയിലും RSSലും ഒക്കെ നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു വിശകലനമാണ്. അത് യാഥാർത്ഥ്യമാണോ ചിന്തയാണോ എന്ന് നമുക്ക് പിന്നീടേ മനസ്സിലാക്കാൻ പറ്റും. അതായത് വൻതോതിൽ മറ്റു പാർട്ടികളിൽ നിന്ന് ബി ജെ പിയിലേക്ക് സ്ഥാനാർത്ഥികൾ വരുന്നു. ഇത്തവണ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ 31% മറ്റ് പാർട്ടികളിൽ നിന്ന് വന്നവരാണ് എന്നൊരു ആരോപണം ഉയർന്നിരുന്നു. അപ്പൊ ഇതിനെ ബി ജെ പി നേതൃത്വം ഖണ്ഡിച്ചത് എല്ലാവരും ഓരോ ഘട്ടത്തിലാണ് ബി ജെ പിയിലേക്ക് വരുന്നത്. ഞാനും ഒരു ഘട്ടത്തിലാണ് ബി ജെ പിയിലേക്ക് വന്നത്. ഞാൻ ബി ജെ പി കാരനായിട്ടല്ല ജനിച്ചത്, ജനിക്കുമ്പോൾ ബി ജെ പി കാരനായിരുന്നില്ല എന്നാണ് ബി ജെ പിയുടെ മുൻ അധ്യക്ഷനും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷാ ഈ വാദത്തിന് മറുപടി പറഞ്ഞത്. പക്ഷെ ഒരുപക്ഷെ ബി ജെ പി ശ്രമിക്കുന്നത് നാളെ പ്രതിപക്ഷത്തിന്റെ റോളിലും ബി ജെ പി വരണം എന്നുള്ളത് തന്നെയാണ്. അതായത് ബി ജെ പി ഭരിക്കുകയും ബി ജെ പി പ്രതിപക്ഷത്തിരിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്കാണ് ബി ജെ പി ആലോചിക്കുന്നത്. കാരണം എപ്പോഴും ഒരു സർക്കാരിനെതിരായിട്ടുള്ള ജനകീയമായ വികാരങ്ങൾ ഉണ്ടാകും. ആ വികാരങ്ങളാണ് മറു പാർട്ടിയെ അധികാരത്തിലെത്തിക്കുന്നത്. അങ്ങനെ പാർട്ടി അധികാരത്തിലുള്ള സമയത്ത് പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയും ബി ജെ പി ആയിരിക്കും എന്നുള്ളതാണ്. അങ്ങനെയാണ് ബി ജെ പി പിളരുമോ എന്നൊരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുന്നത്. കാരണം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കടുത്ത ദേശീയവാദം, സാംസ്കാരിക ദേശീയതയിലുള്ള വിശ്വാസം, അങ്ങനെയുള്ള അടിസ്ഥാനപരമായ പ്രമാണങ്ങൾ ഉറച്ചു നിൽക്കുന്ന മറ്റൊരു പാർട്ടി കൂടി വരികയാണ്. നമുക്കറിയാം, കേരളത്തിൽ മുസ്ലിം ലീഗ് പ്രവർത്തിക്കുന്ന സമയത്തിന് തീവ്രമായ മറ്റൊരു പാർട്ടി കടന്നു വരുന്നു. അപ്പൊ ഈ പാർട്ടിയെ ഭയന്നുകൊണ്ട് പലപ്പോഴും മുസ്ലിം ലീഗിന് അതിന്റെ ഉദാര സമീപനങ്ങളിൽ നിന്ന് മാറേണ്ടി വരികയാണ് ചെയ്യുന്നത്. കാരണം അങ്ങനെ ഒരു തിരുത്തൽ ഫോഴ്സ് ആയിട്ട്, മതപരമായ ദൃഢമായ വിശ്വാസമുള്ള ഒരു തീവ്രവാദ സംഘടന ഒരു തിരുത്തൽ ഫോഴ്സ് ആയിട്ട് മുസ്ലിം ലീഗിനെ മാറ്റുന്നു. അതുപോലെ അല്ലെങ്കിൽ പോലും മറ്റൊരു തരത്തിൽ കുറച്ചുകൂടി വ്യത്യസ്തമായിക്കൊണ്ട് ഐഡിയോളജിക്കലായിട്ട് ബി ജെ പിയെ ഒരു തിരുത്തൽ ശക്തിയായിട്ട് മറ്റൊരു പ്രതിപക്ഷം ഉയർന്നു വരികയാണ്. ഒരു ഭാഗത്ത് ബി ജെ പി എല്ലാവരെയും ഉൾക്കൊന്ന പാർട്ടിയായിട്ട് മാറുന്നു, മറുഭാഗത്ത് ബി ജെ പിയുടെ ആശയങ്ങളിലും അടിസ്ഥാന സ്വഭാവങ്ങളിലും ബി ജെ പിയെ വഴി തിരിച്ചു വിടാതിരിക്കാനുള്ള ഒരു കറക്റ്റീവ് ഫോഴ്സ് ആയിട്ട് മറ്റൊരു പ്രതിപക്ഷം ഉയർന്നു വരുന്നു. നേരത്തെ ബി ജെ പിയുടെ പ്രമുഖ നേതാക്കളായിരുന്ന LK അഡ്വാനിയൊക്കെ പറഞ്ഞിരുന്നത് ബി ജെ പി ഈസ് എ പാർട്ടി വിത്ത് ഡിഫറൻസ്. കാരണം ഒരു കാരണവശാലും കുഴപ്പക്കാരൊന്നുമില്ലാത്ത, അടിസ്ഥാന പ്രമാണങ്ങൾ ഉറച്ചു നിൽക്കുന്ന വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് ബി ജെ പിയെ വളർത്തിക്കൊണ്ടുവരാനാണ് അവർ ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ ഇന്ന് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും JP നഡ്ഡയുടെയൊക്കെ നേതൃത്വത്തിലുള്ള പാർട്ടി എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടിയായിട്ട് മാറുകയാണ്. അപ്പൊ ഇന്ത്യയുടെ ഒരു മൊത്തത്തിലുള്ള രാഷ്ട്രീയ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും, കോൺഗ്രസ് എത്ര തന്നെ തകരുമ്പോഴും കോൺഗ്രസ് അവിടെ നിലനിൽക്കുന്നത് എല്ലാവരും കോൺഗ്രസ് ആയതുകൊണ്ടാണ്. ഇപ്പൊ പ്രശാന്ത് കിഷോറിനെ പോലെയുള്ള ആളുകൾ പറയുന്നത് ബി ജെ പിക്കെതിരായിട്ട് ഉയർന്നു വരാവുന്ന ഒരു പ്രതിപക്ഷം എന്ന് പറയുന്നത് ഹിന്ദുക്കളിൽ തന്നെ ബി ജെ പിയുടെ ഹിന്ദുത്വ ചിന്താഗതി എതിർക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരുണ്ട്, അതായത് ഗാന്ധിവാദികളുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, സോഷ്യലിസ്റ്റുകളുണ്ട്. അങ്ങനെ ഇവരെയൊക്കെ യോജിപ്പിച്ചുകൊണ്ട് ബി ജെ പിക്കെതിരെ ഒരു പ്ലാറ്റ്ഫോം വളർത്തിയെടുത്ത് അധികാരം പിടിച്ചെടുക്കാം എന്നാണ്. അല്ലെങ്കിൽ പ്രതിപക്ഷം അങ്ങനെ കാര്യമായി യത്നിച്ചാൽ, തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടങ്ങളിൽ യത്നിക്കുന്നതിന് പകരം ആദ്യം മുതൽ യത്നിച്ചാൽ അങ്ങനെ ഒരു പ്രതിപക്ഷ ശക്തിയെ വളർത്തിയെടുക്കാൻ കഴിയും എന്നാണ് പ്രശാന്ത് കിഷോറിനെ പോലെയുള്ള ആളുകൾ പറയുന്നത്. കാരണം അവർ പറയുന്നത് ബി ജെ പിക്കെതിരായിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ ഈ രാജ്യത്തിനകത്ത് തന്നെ ഉണ്ട് എന്നാണ്. പക്ഷെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി എന്ന് ചിന്തിക്കുന്നത് എല്ലാവരും ബി ജെ പിക്കാരാവുക എന്നുള്ളൊരു, അതായത് എല്ലാവരും കോൺഗ്രസ് ആണ്, അതിൽ വ്യത്യസ്തമായിട്ട് കുറെ ആളുകൾ സോഷ്യലിസ്റ്റും കമ്മ്യൂണിസ്റ്റും ബി ജെ പിക്ക് ആവുന്നതിന് പോലെ അതിൽ നിന്ന് വ്യത്യസ്തം, അല്ലെങ്കിൽ അത് മാറിക്കൊണ്ട് സാധാരണഗതിയിലുള്ള എല്ലാ ആളുകളുടെയും പാർട്ടിയായിട്ട് ബി ജെ പി മാറുന്നു. അതുകൊണ്ടാണ് എല്ലാ പാർട്ടിക്കാരെയും ബി ജെ പി യാതൊരു നിയന്ത്രണവും ഇല്ലാതെ സ്വീകരിക്കുന്നത്. പക്ഷേ ബി ജെ പി അതിൻ്റെ ഒരു ആശയപരമായ ദൃഢത കൈവരിക്കുന്നു. പകരം ആശയപരമായ കരുത്തുറ്റ ദൃഢമായ മറ്റൊരു ഒപ്പോസിഷൻ അതും ബി ജെ പി തന്നെ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ അതേ പ്ലാറ്റ്ഫോമുള്ള മറ്റൊരു പാർട്ടി. ബി ജെ പി വിഭാവനം ചെയ്യുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഫലമായിട്ട്, അതിന്റെ ഇമ്പാക്റ്റിന്റെ ഫലമായിട്ട്, അല്ലെങ്കിൽ നമ്മൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കിയതിന്റെ ഫലമായിട്ട് എല്ലാവരും സ്വാഭാവികമായും കോൺഗ്രസ് ആവുക എന്നൊരു സമീപനമാണ് ഇന്ത്യയിലുള്ളത്.
അതേസമയത്ത് ദീർഘനാളത്തെ പ്രവർത്തനത്തെ തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും RSS അല്ലെങ്കിൽ ജനസംഘം, സോഷ്യലിസ്റ്റ് പാർട്ടികളൊക്കെ തന്നെ അവരുടേതായ ഒരു കേഡറിനെയോ അല്ലെങ്കിൽ ഒരു പാർട്ടിയോ ജനങ്ങളെയൊക്കെ ജനപിന്തുണയൊക്കെ വളർത്തിയെടുക്കുകയാണ് ചെയ്തത്. പക്ഷെ എന്നാലും സ്വാഭാവികമായും എല്ലാവരും കോൺഗ്രസ് ആണ്. രാഹുൽ ഗാന്ധിയുടെയോ സോണിയാഗാന്ധിയുടെയോ രാജീവ് ഗാന്ധിയുടെ എഫർട്ട് കൊണ്ടല്ല ആരും കോൺഗ്രസ് ആവുന്നത്. ഇന്ത്യക്കാരെല്ലാവരും സ്വാതന്ത്ര്യ സമരത്തിന്റെ പശ്ചാത്തലമുള്ള പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് ആവുന്നു. അതിൽ നിന്ന് വേറിട്ട് പോകുന്ന ആളുകളും അവരുടെ പരമ്പരയായിട്ട് മറ്റുള്ള പാർട്ടികളിലേക്ക് പോകുന്നു. ഇതിന് പകരം ഇന്ത്യയിലെ എല്ലാവരും സ്വാഭാവികമായിട്ടും പരമ്പരാഗതമായിട്ട് BJP ആവുന്ന ഒരു അവസ്ഥയിലേക്കാണ് അവസ്ഥയാണ് BJP വിഭാവനം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ BJPയുടെ രൂപീകരണം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 1980 BJP രൂപീകരിക്കുന്നതെങ്കിലും അതിനു മുമ്പുള്ളൊരു ജനസംഘത്തിന്റെ ഭാഗമായിരുന്നു. 1951 ശ്യാമപ്രസാദ് മുഖർജിയുടെ കേന്ദ്ര മന്ത്രിസഭാ അംഗമായിരുന്ന ശ്യാമപ്രസാദ് മുഖർജിയുടെ നേതൃത്വത്തിലാണ് BJP രൂപീകരിക്കുന്നത്. ആ BJP രൂപീകരിക്കാൻ വേണ്ടി RSS അതിന്റെ മിടുക്കരായ പ്രചാരകന്മാരെ, ദീനദയാൽ ഉപാധ്യായെ പോലുള്ള പ്രചാരകന്മാരെ BJPക്ക് വിട്ടു നൽകുകയായിരുന്നു. അങ്ങനെ ദേശീയവാദികളുടെ ഒരു പ്രസ്ഥാനമായിട്ടാണ് BJP വളർന്നു വന്നത്. അതിനൊരു ഐഡിയോളജിക്കൽ ക്ലാരിറ്റി ഉണ്ട്. അത് മതേതരത്വത്തെക്കുറിച്ചും അതേപോലെ തന്നെ ദേശീയതയെക്കുറിച്ചൊക്കെ അതിന് വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട്. അപ്പം ഈ കാഴ്ചപ്പാടുകളൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റൊരു പാർട്ടി ഇന്ത്യയിൽ രൂപപ്പെടുക. ഇപ്പൊ ഉദാഹരണത്തിന് വാജ്പേയി ഗവൺമെന്റ് വന്ന സമയത്ത് വാജ്പേയി ഗവൺമെന്റിന്റെ സാമ്പത്തിക നയങ്ങൾക്കെതിരായിട്ട് സ്വദേശി ജാഗരൺ മഞ്ചിനെ പോലുള്ള സംഘടനകൾ ശക്തമായിട്ടുള്ള സമരം ആരംഭിച്ചിരുന്നു. BMSനെ പോലുള്ള സംഘടനകൾ ശക്തമായ സമരം ആരംഭിച്ചിരുന്നു. അങ്ങനെ ഒരു ഭാഗത്ത് ഭരിക്കുന്ന BJP, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന BJP, മറുഭാഗത്ത് ഇതേ BJPയുടെ ആശയ ആദർശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രതിപക്ഷ BJP. അത് ചിലപ്പോൾ വേറൊരു പാർട്ടി ആയിരിക്കും. ഒരുപക്ഷെ BJPക്ക് സ്വാധീനം അധികമില്ലാത്ത സ്ഥലങ്ങൾ അവരൊരു പക്ഷെ ഉണ്ടാവണമെന്നില്ല. അങ്ങനെ പ്രതിപക്ഷത്തും BJP, ഭരണത്തിലും BJP, അതായത് ഭരണത്തിനെതിരായ ജനവികാരങ്ങളെ തിരിച്ചുവിടാനുള്ള ഒരു സേഫ്റ്റി വാൾവായിട്ട് പ്രതിപക്ഷത്തിലെ BJP ഉപയോഗപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് BJP വന്നുകൂടായില്ല. കാരണം വലിയ ശക്തമായ ഭൂരിപക്ഷമാണ് BJPക്ക് ഉണ്ടാവുന്നതെങ്കിൽ, നാളെ BJPയുടെ ആധിപത്യം ചോദ്യം ചെയ്യപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇന്നത്തെ BJP ഒരു സർവാധിപത്യ പാർട്ടിയായിട്ട് മാറാതിരിക്കാൻ കൂടി ഒരു തിരുത്തൽ ശക്തിയായിട്ട് മറ്റൊരു BJP, ഒരുപക്ഷെ അതിന്റെ പേര് BJP എന്നായിരിക്കില്ല, BJPയുടെ അതേ രാഷ്ട്രീയ സ്വഭാവമുള്ള ആദർശവും ദേശീയ വീക്ഷണവും എല്ലാ കാര്യങ്ങളിലും ഉള്ള ഒരു മറ്റൊരു BJP കൂടി വളർന്നു വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല.